എടാ ബാക്ക് ഓഫ് ചെയ്യട്ടെ, കോള് കേട്ട് കളി സൈലന്റ് ആവതില്. പിങ്ങിട്ട് കൊടുക്ക് കുറുപ്പേ, പിങ്ങിട്ട് കൊടുക്ക്, പിങ്ങിട്ട് കൊടുക്ക് കുറുപ്പേ. ഹൈറ്റ് ഒന്നും വിട്ട് കളിക്കല്ലേ, പൊട്ടന്മാരായിട്ട് കളിക്കല്ലേ. എന്നെ നോക്കിയോളെ, കവർ ചെയ്യാൻ നിക്കണേ എന്നെ കുത്തുന്നിടത്ത് വണ്ടി അടിച്ചു പൊട്ടിക്കുമ്പോ. ഫുള്ള് റൈറ്റ് കറങ്ങാൻ നിക്കണ്ടേ, ഹൈ ഗ്രൗണ്ട് പിടിച്ചടിച്ചാ മതിയേ. അമര് വരുന്നുണ്ടേ, പുറകെ വരുന്നുണ്ടേ. എവിടെ നിങ്ങള് അവിടെ ഇറങ്ങിട്ട് അയറോട്ടിക്കടാ, അവിടെ ഇറങ്ങിട്ട് അയറോട്ടിച്ചോടാ. ഒരു വണ്ടി രണ്ടണ്ടി ഇതിനാണ് ഇറങ്ങുന്നേ. ഞാൻ ഒരു കുത്തി ഒരു വണ്ടി കേറിക്കേ പൊട്ടിക്കടാ. ഇല്ല മോനെ വ്യൂ വണ്ടി കയറാം, വണ്ടി കയറി ഇപ്പൊ മതി മതി. ഹൈ ഗ്രൗണ്ട് കൊടുക്കല്ലേ അളിയാ, അവിടെ റേഡിയോയിൽ ഓവർലാപ്പ് ആവാതെ കോളെന്ന് പറയടാ. ഞാൻ ഒരു കോള് ഇങ്ങോട്ട് വന്നേ, ബാക്കി എല്ലാരും വന്നേ. ഇക്കുറു അവന് മാത്രം താഴെ കളിച്ച, എല്ലാരും മേളിലോട്ട് വന്നേ. ചുമ്മാ തള്ളുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇറങ്ങി കുത്തി അത് റേറ്റ് കുത്ര വിട്ടായിട്ടേ തള്ളിക്കോ 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 അടിച്ചോ അടിക്കലടാ കുണ്ണേടാ കുണ്ടത്തിയോനെ. ചോപ്പാണ് ഇതാണോന്ന് എങ്ങനെ അറിയാനടാ, ഞാനല്ല അടിച്ചത്. പക്ഷെ അങ്ങനെ എടാ അലക്കല്ലടാ, അലക്കല്ല, അലപ്പ് നിർത്ത്, അലപ്പ് നിർത്ത്. മതി 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 മതി, കോള് കേട്ട് കളിച്ചാണ്. വണ്ടി മനസ്സിലാവുന്നില്ല, മനസ്സിലായ തിരിയുന്നില്ല. ഓക്കെ അലക്കാതെ പരിചയിക്കാൻ പറഞ്ഞാൽ മതി ആരാണെങ്കിലും. പപ്പു അറിയാതെ കേട്ടോ, ഞാൻ അടിച്ചില്ല. അല്ല ആരാണെങ്കിലും ഞാൻ പറഞ്ഞതാ, അറിയാതെ അടിച്ചതാ, അലക്കാതെ പറയാൻ. ഇപ്പഴും സ്റ്റിൽ അവിടെയാണ്. നമുക്ക് തിരിച്ച് വണ്ടി കയറുന്ന പോലെ കാണിക്കാം. അപ്പൊ അവന്മാർ ഇങ്ങോട്ട് വരും, തിരിച്ചടിച്ചാൽ മതി. ഇറങ്ങി എന്റെ വണ്ടി ഒന്ന് ഓടിക്കുവോ? ഇക്കുറത്തി മാറ്റി മാറ്റി വണ്ടി ഇവിടുന്ന് മാറ്റി, ഇവിടുന്ന് ഇറങ്ങാൻ കഴിയില്ല. വണ്ടി കയറി, തിരിച്ച് വണ്ടി കയറി എല്ലാരും. വണ്ടി വിട്. സീറ്റ് ബെൽറ്റ് ഇട്ടേക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ടേക്കെ. ഈ മാർക്ക് ഞാൻ ഇറങ്ങി കൊടുക്കാം. എടാ ബാക്കി എല്ലാരും ഇവിടെ നിക്കണേ, പറയുന്ന കേട്ടോണേ. എല്ലാരും മേളില് റബലി കളിക്കുന്നല്ലേ, മാത്രം ജസ്റ്റ് ഫോർവേഡ് ആയിട്ട് ടയർ ഓട്ടിച്ചു. അല്ലല്ലേ ഇറങ്ങല്ലേ, ഞാൻ പറഞ്ഞത് അവന്മാര് വരുമ്പോ ഇറങ്ങി ടയർ ഓടിച്ചോണം. ഞാൻ അടിച്ചോളാം. അവര് കറങ്ങുന്നേ. എന്റെ ഒരു കോള് കേൾക്കണം. ഇവിടെ ഫൈറ്റ് എടുക്കുമ്പോ നമ്മുടെ 2-3 വണ്ടി ഇവിടെ താഴെ കുത്തും. അപ്പൊ മേളിൽ നിന്നുള്ളവന്മാര് സപ്പോർട്ട് തരണം ഇവിടെ താഴെ കേട്ടാ. നടുക്കിട്ട് പണ്ണാന്നേ ഉള്ളൂ. പോയാ യൂട്യൂബ്സിൽ അങ്ങോട്ട് പോയേ, ഞാൻ കൊറേ ടയർ പൊട്ടിച്ചോ. എന്താ പുറകെ പോയി അടിക്കണോ? മൂടാണോ? പോടേ പോ. ഇവരെ നോക്കണ്ട, ക്യൂവിലായിരിക്കും, കയറാൻ പറ്റൂല. പോയാലോ എന്ത് പറയുന്നത്? എല്ലാണത്തിന് മൈൻഡ് ഉണ്ടാ? പുറകെ പോയി മൈൻഡ് മാർക്കറ്റ് പോ. ഫ്രണ്ടിൽ പോകുന്ന വണ്ടി മാർക്കറ്റ് പോ. അവരിറങ്ങിക്കും ടയർ ഓട്ടും. പാനിക് ആവരുത്. കോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് കോള് പറയരുത്. എനക്ക് ഓടിക്കാൻ പറ്റില്ല, ഭയങ്കര കത്തലാടാ. സക്കായി നിർത്ത് എനക്ക് ഓടിക്കാൻ പറ്റില്ല, ഭയങ്കര കത്തലാ. ഒന്ന് ഇറങ്ങി വേറെ ഓട്ടിച്ചേ. നീയാടെ എടാ പിങ്ങിട്ടാ വണ്ടി എടുക്കും, ടർബോ എടുക്കൂടാ. എടാ പിങ്ങിട്ടാ സക്കായി. പിങ്ങിട്ട് 3 പിങ്ങിട്ട് ഉണ്ടാവും ഒരുമിച്ച്. ഞാനാ ചര ഇങ്ങോട്ടാ. എടാ പൊട്ട ടർബോ എടുത്തോളും വണ്ടി. സക്കായിനെ വിളിക്കാം. സക്കായിന്റെ വണ്ടിയിലാ. എന്റെ വണ്ടി കയറി. നീ ഒറ്റയ്ക്കാണ്, എന്നാ ഇവനെ അങ്ങോട്ട് വിടും. മിന്നൽ അങ്ങോട്ട് വിടുക. മിന്നലെ ഇവനെ ഇവിടെ കൊണ്ടുപോകാം. മര്യാദ കളിക്കണേ. ചെറുപ്പം മിന്നല് കുണ്ണ കളി കളിച്ച പണ്ണി വിടുങ്ങ.
നല്ല അലപ്പാണ് പാനിക് ആവല്ലേ നല്ല അലപ്പ് പറഞ്ഞാൽ നല്ല അലപ്പാണ് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നമ്മളിപ്പോ എത്ര നാളെ നമ്മളിപ്പോ എത്ര നാളെ അതിന്റെ റേഡിയോ കോൾ എന്തായാലും വരും. അതിപ്പോ 2-3 വാറ് കഴിഞ്ഞേ മാറത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനും കൂടെ ബഹളം വെക്കാത്തത് ഈ കിടന്ന്. ഇവിടെ റിപ്പയർ ചെയ്യാനുള്ളവർ ഇവിടെ റിപ്പയർ ചെയ്യും. ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. എടാ ചാർലി റിപ്പയർ ചെയ്യടാ. റിപ്പയർ ചെയ്തോ? പെട്രോൾ അടിക്കേണ്ടവര് പെട്രോൾ അടിച്ചേ. ഞാൻ പെട്രോൾ അടിക്കണേ ഞാൻ പെട്രോൾ അടിക്കണേ. പെട്രോൾ വേണം, എന്തിലുണ്ട് പെട്രോൾ? അല്ല വേണ്ട, നീ തന്നെ അടിച്ചോ. കൺഫ്യൂഷൻ ആണോ? അപ്പോഴാണോ വരാന്ന് അറിയാൻ പറ്റത്തില്ല. അതാ സീനതാ. ഒന്ന് രാവിലെ ആക്കി തരാൻ പറ്റുമോ ചോദിക്കോ? ഷട്ടർ അടിക്കുന്നടാ. പാര ഇവിടെ അടിമീനൊക്കെ നമ്മളെ വാപ്പാരാ കളിച്ചേ. അതൊന്ന് രാവിലെ ആക്കി തരാൻ വണ്ടി പിന്നെ ഭയങ്കര അലപ്പാണ് ഏട്ടാ റേഡിയോയില്. പിന്നെ അത് കുഴപ്പമില്ലെന്ന് വെച്ച് ഞാൻ ഈ ഫസ്റ്റ് ഇതായോണ്ട് വിടുന്നേ ഉള്ളൂ. അല്ലല്ല വിട്ടേരോ, സീനില്ല. ഫ്രീ വാർ അല്ലേ, വാറിൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് നോക്കാം. എല്ലാരും സെറ്റായ നമ്മുടെ സെറ്റായാ? പിന്നെ കുറുപ്പേ അലക്കുന്നതൊക്കെ കൊള്ള അടിക്കാൻ പറഞ്ഞ ഇറങ്ങി കുത്തിക്കോണം എല്ലാരും. അതില് പിന്നെ ചിലപ്പോ മാറ്റി തരുമെന്ന് ചോദിച്ചോ കേട്ടോ. ഡബിൾ കോൾ വിളിക്കല്ലേ ആരും മറ്റേ കുത്തണ്ട കുത്ത് കുത്തണ്ടെന്നല്ല, ഒരു പ്രാവശ്യം കുത്താൻ പറഞ്ഞാൽ കുത്തിക്കോണം. പിന്നെ അവിടെ നമ്മൾ നോക്കരുത്, ജയിച്ചാലും തോറ്റാലും കുത്തിയും അടിക്കുക. എടാ നേരത്തെ തന്നെ ആ റിബല് കുത്തിയപ്പോണ്ടല്ലോ, റിബല് മാത്രം മറ്റേ കുറിപ്പ് വിങ്ങിട്ടോടത്തല്ല കുത്തിയത്, ആ മെയിൻ ബിൽഡിംഗ് പോയി കുത്തിയത് എന്തിനാന്ന്? അതിന്റെ നടുവിൽ കൊണ്ടുപോയി ഓപ്പൺ കൊണ്ട് കുത്തുന്നു പൊട്ടന്മാരമാരി. റൈറ്റാങ്ങൾ കുത്തി അമ്മാര് കയറി അടിച്ച ആ കുത്തിയ 2 വണ്ടി 3 വണ്ടി അവിടെ ഡൗണോ? ആ റൈറ്റാങ്ങൾ കുത്തി കറങ്ങാനുള്ളതിന് എന്തിനാ ഓപ്പൺ? ഏറ്റവും താഴെ കുത്തിയിട്ട് അടിച്ചും കയറിയാതെ. ഞാൻ പറയട്ടെ, റൈറ്റ് ആംഗിൾ കുത്തി കറങ്ങുമ്പോൾ മേളിൽ നമ്മൾ കവർ തരാറുണ്ട് കുറച്ച് വണ്ടി. അതുകൊണ്ട് അവന്മാർക്ക് റൈറ്റ് ആംഗിൾ അവന്മാർക്കും കറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കായിരുന്നു. മനസ്സിലായി? നിങ്ങൾ നടുക്കൊണ്ട് ഒരിക്കലും കുത്തല്ലേ. ഇത് സംബന്ധിച്ച ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് മാസങ്ങളായില്ല അതിന്റെ. തിരിച്ചു എന്നാൽ ഈ ക്രൂനെ വെക്കണം. എന്തേ കഴിഞ്ഞ? ഇല്ലല്ല കഴിഞ്ഞില്ല, ഞങ്ങള് പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എന്റെ വണ്ടി എല്ലാരും ഒരുമിച്ച് വണ്ടിയിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ടെർബോ. അപ്പൊ നിങ്ങൾ 3 പേരായിട്ട് കളിയാപ്പാ. ഇല്ലല്ല, ഞാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് കയറി നൊക്കിന്റെ വണ്ടി കയറി. ഞാൻ വേണേ കയറാൻ അങ്ങോട്ട്. അതിന് ഡൗൺ ഉണ്ടോ? ഇല്ല അടിച്ചില്ലടാ. സീറ്റ് ബെൽറ്റ് വേർ. കുറുപ്പ ജി കളിക്കുമ്പോ അവന്മാര് ജീല അവിടെ പോയി കളിക്കാം. അവന്മാരുടെ ലൊക്കേഷൻ അല്ല, നമ്മുടെ ലൊക്കേഷൻ വേണം വരാൻ. ബോളും എല്ലാം കിട്ടില്ല പോലെ അടിക്കാം. അല്ല അവിടെയൊക്കെ കളിച്ച് ശീലമുള്ളവന്മാരല്ലേ നമ്മള്. അഡ്മിൻ എന്താ ഈ ഇതാക്കി തരുമോ? രാവിലെ ആക്കി തരുമോ? കളർ മനസ്സിലാവുന്നില്ല രാത്രി. നിങ്ങളെ മകനെ അതിട്ടിട്ടോ അതല്ലേ അവസ്ഥ. എനിക്ക് കുറുപ്പേ നിങ്ങളുടെ മകനെ വേണ്ടേ? മകനെ വെച്ചോ. അല്ല അവന്മാരെ ഇങ്ങോട്ട് വരണ്ടേ? നമ്മളല്ലേ ജീബുവാ നമ്മൾ നോക്കി കുത്തിയാൽ മതി. അവന്മാര് കളിക്കട്ടെ. കുറച്ചൊന്ന് ഡിലായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, 4005 കൊടുക്കണം. ഇവിടെ നിക്ക, ഇവിടെ ഹോൾഡ് മേളിൽ ഹോൾഡ്. റബലിന്റെ ഈ മലയില് ഈ സൈഡില് നോക്കി. എന്ത് എനിക്ക് സിറ്റുവേഷൻ പീസ് സെറ്റായി തരണം. എന്റെ ഒന്ന് നിർത്തിക്കാൻ അല്ല കുറിപ്പേ, ബെൽറ്റ് ഇട്ടിട്ടില്ല വന്നിട്ട്. അല്ലാതെ ഓണാക്കി കഴിഞ്ഞാൽ കൂക്കും അടിക്കും ഓടിക്കുമ്പോ. എന്തോ ഇല്ല, എനിക്ക് കത്തുന്നു. ഞാൻ ചുമ്മാ കത്തിപ്പോയി. നന്നായി വലിച്ച് എനിക്ക് വയ്യ. പെട്ടെന്ന് അടിച്ച് തീർക്കണേ കുറുപ്പേ, പിള്ളേര് പൊക്കോണ്ടിരുന്ന ഊമ്പുന്നു. അല്ല ഇത് അടുത്ത ഇതില് ഫൈറ്റ് നേരെ, അതാ ഞാൻ പറഞ്ഞ പുറകെ പോയി അടിക്കാന്ന്. അമ്മമാർക്ക് കേറാൻ പെട്ടെന്ന് കൈ ഉണ്ടോക്ക. എന്തൊരു കഷ്ടമാ. ഭാഷ തിരിച്ച് കേറുന്നു. വരുന്നുണ്ട്, കേറിക്കൊണ്ടിരിക്കുകയാണ്. നള്ളനെന്താ ഫൈറ്റ് ഇവിടെ വരെയാണെങ്കിൽ എടുക്കാം. നമ്മുടെ ഒരു കാര്യം പറയാം, നമുക്ക് മാറണോ? മാറാം, അതോ നല്ലത്. അല്ലല്ല മാറാൻ വരട്ടെ. ഗോഡ് വന്നിട്ട് അല്ല ഇവിടെ എന്തായാലും ഇപ്പൊ അവന്മാര് വരും.
ഇവിടെ ഹൈ ഗ്രൗണ്ട് അല്ലേ ഇവിടെ എടുത്ത് പിടിച്ചടിക്കായി പിന്നെ ഇവിടെ നിക്കാം ആടത്തനും പോയി ആണ്ട് വണ്ടിക്കകത്ത് ഭാഷ വരുന്നുണ്ട് ഇവിടെ തന്നെ നിക്കാം എല്ലാരും പോയി വേറൊരാള് പോയി വേറൊരാള് പോയെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എന്റെ പൊന്നെ ജോഷു കത്തി ഇതിനൊരു അവസാനല്ലേ ഭാഷയ്ക്ക് ക്യൂ ഇല്ല അപ്പൊ തന്നെ കേറിയെന്ന അങ്ങനെ ക്യൂ ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു കത്തി പോണവന്മാർക്ക് പെട്ടെന്ന് കയറാൻ പറ്റും തോന്നുന്നുണ്ട്. ഇറങ്ങി അടിയടാ നമ്മുടെ ഈ ബാക്കിലാണ് ഇത് നമ്മുടെ വണ്ടി അവരുടെ വണ്ടിയാണ് അത് അവന്മാരുടെ ആരും കത്തുന്നില്ലടാ. അവന്മാര് കുത്താൻ വരുവാണ്. എടാ എല്ലാരും റെഡി ആയി നിന്നോണേ. ഈ ഐറിജന് കളിക്കണേ കളിക്കാം. കുത്തന്നത്തമാര് വണ്ടി ടയർ സ്കിഡ് ചെയ്ത് വിടറാ. ടയറോട്ട് മാത്രം അടിച്ചാൽ മതി. റെബലിലോട്ട് പോവാണെന്ന് തോന്നുട്ടാ. റെബലിലോട്ട് പോവാ. നല്ല ലാഗുണ്ട്. അവന്മാര് വരുന്ന ഇറങ്ങിക്കോടെ ഇപ്പോഴും പറയാം വണ്ടി അവന്മാര് ഇവിടെ കുത്തിയേ. ഇവിടെ അടി വണ്ടി താഴത്തല്ലേ ഈ വണ്ടി ബാക്ക് എടുത്തിട്ട് ഷേക്ക് എല്ലാരും കുത്തട. ഇവിടെ കുത്തടാ. കുത്ത് ഇവിടെ കുത്ത്. താഴെ കുത്തി താഴെ അടിക്കട. ഈസി ഹൈറ്റ് വിടല്ലേ വണ്ടോൺ കേറടി. ഹൈറ്റ് പിടിച്ചടി. ഇവിടെ കൂടെ പുറകോട്. ഈസി വണ്ടോണേ. അടുത്തവണേ കേറിട്ട് അവനടിയണം. അവൻ രണ്ടിട്ട് കുഴിയത് പണ്ണാനായിട്ട് കഴിഞ്ഞല്ലേ കോച്ചേ പണി വെയിറ്റ് ഡൗണാ കഴിഞ്ഞു വിചാരിച്ച അയ്യേ ഇത് എന്താണടാ ടൂ ഈസി. നൈസ് കളിടാ, നൈസ് കളി. ജി വെൽ പ്ലേ. ഞാൻ തിരിച്ചു വന്നു. ഞാൻ റേഡിയോ കയറാതെ അടിയായിരുന്നു. കഴപ്പ് തീർന്നാടാ നിന്റെ ഒക്കെ. അത് ഒരുമിച്ച് കുത്തിയറാ. സിവിലും കുത്ത്. നല്ല കളി. എന്നെ അടിക്കുന്ന ഹലോ വന്ന് വന്ന അവിടെ നിന്നോ കുഴപ്പമില്ല. ഇവനല്ലേ ആള്. എവിടെ നോക്കട്ടെ. ആരാ കയ്യിലേ? അതിലല്ല അവൻ താഴെ ഇരിക്കുന്നു. നീലമുടി എല്ലാരും ഇവനാണ് തെറി വിളിച്ചത്. ടൈം ഔട്ട് അങ്ങോട്ടോ ഞാൻ ഇവിടെ ഉണ്ട്. എത്ര കിട്ടി? കിട്ടി. കൊറേ എണ്ണം പിതുക്കി. തലപതി 5 വിക്കാ. തലപതി 5 വിക്കാണ് ഗൈസ്. തലപതി എങ്കടാ നല്ല തമിഴ് കൂടി കൊടു കൊഞ്ച തമിഴ് ചൊല്ലിക്കൊട്. ഉണക്കാതാ എങ്കെ
ഓ വാലേക്കുസലാം. ഉമ്മാരില്ലല്ലോ എടാ എവിടെ? അല്ലല്ല വെയിറ്റ് എന്താണ് സഫയറോ? സഫയർ എവിടെടാ? മാക്കേ പോയാ കത്തി കഴിഞ്ഞു വന്നിട്ട് ഇവിടെ ഇവിടെ ഈ സാധനം ഒന്നും ഇല്ല വന്നിട്ട് കേട്ടാ. കേറി എന്നാ വണ്ടി കയറി തിരിച്ചു പോവാ എല്ലാരും വണ്ടി കയറി. ആൾക്കാരെ പൊക്കിയിട്ട് നമുക്ക് പോയാലോ? പിന്നെ വാർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. കുറുപ്പെന്തേ കുറുപ്പ്? ഹലോ കുറുപ്പ് ഡെഡായനാ? അല്ല ഓൾറെഡി ചോദിച്ചോ അത് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ 10-15 പേര് ആലയുണ്ട് ഇവിടെ. കുറുപ്പെന്തേ? ഞാൻ കത്തിട്ട് തിരിച്ചു വരുമ്പോ കളി കഴിഞ്ഞു. കത്തി, പ്രണവ് കത്തി, പിക്ക് കിട്ടില്ല നല്ല ഡാമേജ്. ഈ വണ്ടിയുള്ള ആർക്കും പിക്കില്ല. ബോട്ടിനെ കൊല്ലാൻ അയ്യോ എടാ എന്നെ വലിച്ചിട്ടടാ ഈ കുണ്ണ. ബാക്കെ വിൻഡോ ഇല്ലാതെ പ്രൂവ് ചെയ്തു. ബോട്ടിനെ പോലെ കൊല്ലാറുണ്ട്. ഇതേ കൊല്ലോ നിങ്ങ എന്നാ. ചാർലി വണ്ടി കയറ്. അല്ല വണ്ടി കയറ്. വെയിറ്റ് ഇതെടുക്കട്ടെ. എന്തെല്ലാം നിക്കുന്നടാ. ആ ഗ്യാങ്സ് വരാ. വെയിറ്റ് കുറുപ്പേ ഒന്ന് ലൈനപ്പ് ഉണ്ടാണ്. വാർ ലൈനപ്പ് വന്നിട്ടാണടാ കുറുപ്പേ. തലപതി എത്ര കിടത്തടാ? തലപതി ഹലോ എത്ര കിടത്ത? ക്ലിപ്പ് കാണുമ്പോ 4 or 5 ബ്രോ ഡോണ്ട് പോയാ ഭ്രാന്തായ സത്യം പറയാലോ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഉത്തരം ഞാൻ കേൾക്കുന്നത്. എല്ലാരും എണ്ണും, അളിയൻ എണ്ണിയൊന്നുമില്ല കേട്ടോ. സത്യം അടി തന്നെ. അവര് പാവാന്നട. അത് കൊണക്കൊന്നുമില്ല അങ്ങനെ. ഭയങ്കര പാവട്ടോ. ഭയങ്കര പാവ. ഭയങ്കര മെച്ചൂടാ അവള്. ഞാനതല്ലേ മാക്സിമം ട്രിഗർ ചെയ്യാൻ നോക്കി കൊണക്കുമെന്ന്. എനിക്കൊന്ന് അറിയണായിരുന്നു എവിടെ. നോക്കി എത്ര പിക്കുണ്ടടാ? കേക്ക കേക്കിന് പിക്ക് ഇല്ല. ഫുള്ള് എല്ലാരെയും ഞാൻ നിങ്ങൾക്ക് പിക്കിന് വേണ്ടിട്ട് ഞാൻ ഇതാക്കി തന്നു. നല്ല ടാഗ് കൊടുത്തു വിട്ടു. നിങ്ങൾക്ക് കിട്ടിയില്ലേ? പിക്കെല്ലാം കിട്ടിയില്ലേ? അങ്ങനെ പറഞ്ഞത് ഒരു കാര്യം കേക്ക്. വെയിറ്റ് എടാ വാറില്ലേ അഡ്മിൻസിന്റെ അടുത്ത് ഇത് നമുക്ക് കോമൺ വണ്ടിയല്ലേ? ഇത് ഫോൺ ചെയ്തിട്ട് കളർ മാറ്റി തരാൻ പറയോ? നമുക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറ. അത് വേറെ തൽക്കാലം വേറെ ഇതിന്റെ വേറെ വണ്ടി തരുമോ ചോദിച്ചു നോക്കിയാൽ മതി. തരാൻ പറയില്ലേ? പറ്റൂല. ശരിക്കും ഒട്ടും മനസ്സിലാവുന്നില്ല. നമ്മളെ എമർജി ഗ്യാങ് ഹൗസിന്റെ അവിടെ ഏതാടാ ഗ്യാങ്? തീട്ടോ ഗ്യാങ്ങാണത്. വണ്ടി TRC ഏതാ? എന്തൊരു നല്ല സ്ഥലമായിരുന്നില്ലേ? എന്തോരം നല്ല ചോദിച്ചോക്കാം. അത് അവിടെ ഓൾറെഡി വേറെ ഗ്യാങ് ഹൗസ് ഇല്ലേ? അമ്മേരെ സംസാരിക്കാം നമുക്ക്. അല്ലേ ടിവിന്റെ ഗ്യാങ് ഹൗസ് എടുക്കാം നമ്മളിവിടെ. ഡ്രസ് ഷോപ്പ് അവിടെ KVന്റെ ഗ്യാങ് ഹൗസിന്റെ അവിടെ ലൊക്കേഷൻ ഫ്രീയാ ഈ ഏരിയയിലൊക്കെ. ഇവിടെ ലൊക്ക് ഫ്രീ, അതായത് പ്രൈം ലൊക്കൊക്കെ ഫ്രീയാ. ഇവിടെ അല്ലേ? ഇവിടെ പക്ഷേ അല്ല ഇവിടെ അല്ല ബാക്കില.